ചിരപുരാതനവും നിത്യനൂതനവുമായ പുണ്യമഹാദേവ ക്ഷേത്രം. നിരവധി ഭക്തജനങ്ങൾ എരുതിര വരുന്നവർക്ക് തുരുതിര വരുന്നതായ സ്വയംഭൂ മഹാദേവ ക്ഷേത്രം. തെക്കുവശത്തായിട്ട് തെക്കൻ ദേവരെന്ന പേരിൽ നമ്മളൊക്കെ കൊച്ചിലെ അഭിഷേകം കഴിക്കാൻ വേണ്ടി തെക്കൻ ദേവരുടെ അടുത്ത് അഭിഷേകം കഴിക്കുമ്പോൾ നിന്നുകൊണ്ട് അഭിഷേകം, അത്രയും ചൈതന്യവത്തായ ഒരു തെക്കൻ ദേവർ എന്നുള്ള സങ്കല്പം. സ്വയംഭൂ മഹാദേവ ക്ഷേത്രത്തിൻ്റെ വലതുവശത്തായിക്കൊണ്ട് തന്നെ ഗണപതി സ്ഥിതി ചെയ്യുമ്പോൾ ഗണപതിക്ക് കൃത്യമായ രീതിയിൽ തന്നെ അഭിഷേകങ്ങളും അതുപോലെ തന്നെ മലനേദ്യങ്ങളും അതുപോലെ തന്നെ കൃത്യമായ രീതിയിൽ തന്നെ മുന്നോട്ട് പോകുമ്പോൾ നമുക്കറിയാം കറുകമാല സമർപ്പണം. അപ്പോൾ ലോകത്തെ മുഴുവനും ഉറ്റുനോക്കുന്നതായ ഒരു ചൈതന്യത്തായ ഒരു ക്ഷേത്രം. ക്ഷതാതത്രായത് ഇത് ക്ഷേത്രം. സ്വന്തം മകൾ പടിഞ്ഞാട്ട് ദർശനമായിട്ട് കൂനേത്ത് കാവിലമ്മയായിട്ട് സ്ഥിതി ചെയ്യുന്നു. കൂടാതെ അതിൻ്റെ ഇപ്പുറത്തായിക്കൊണ്ട് വടക്കം ചൊവ്വ എന്നുള്ള സങ്കല്പം. അവിടെ എങ്ങനെയാണോ രാജസ താമസമായ രീതിയിലുള്ള നേദ്യങ്ങൾ, അതിന് വേണ്ടതായ വറവടി ഒക്കെ കൊടുത്ത് അനുഗ്രഹിക്കുന്നതായ ഒരു കല, അനുഗ്രഹ കല വർദ്ധിക്കുന്നതായ ഒന്നിലേക്ക് എത്തിച്ചേരുമ്പോൾ നമുക്കറിയാം. എല്ലാ ദിവസവും ഞാൻ തലപ്പുഞ്ച മഹാദേവ ക്ഷേത്രത്തിൽ ഇരുന്നാണ് എന്ത് ചെയ്യാറ്, എല്ലാ ദിവസത്തെയും യൂട്യൂബ് ചാനലിലിടാറ്. ഇന്ന് എനിക്ക് വളരെ സന്തോഷകരമായ രീതിയിൽ ഇന്ന് എനിക്ക് തോന്നിയത് പുന്നേത്ത് മഹാദേവൻ്റെ അടുത്താണ്. കാരണം എനിക്ക് പരിപൂർണമായിട്ട് ഞാൻ തിരിച്ചറിയുന്നു, അവിടുത്തെ മണ്ണിൽ കിടക്കുന്ന ഞാൻ തിരിച്ചറിയുന്നു ഗംഗാ സ്നാനം. ഗംഗയിൽ എങ്ങനെ ആണോ കുളിക്കുന്നത് അതിൻ്റെ തന്നെ ഫലമായാണ് ചോഴാടും അതുപോലെ തന്നെ അനിയനായ കണ്ണനും അല്ലെങ്കിൽ വിഷ്ണുവും അതുപോലെ ബുധവാന ഹരിയേട്ടനും പറഞ്ഞത്. അപ്പോൾ ഓടിയെത്തുന്നത് എന്താണെന്ന് വെച്ചാൽ രാവിലെ തൊഴാൻ പറ്റാത്ത ദിവസം ഓടിയെത്തി തൊഴുകുമ്പോഴുള്ള അനുഗ്രഹത്തിൻ്റെ ശക്തി, അനുഗ്രഹത്തിൻ്റെ കല എന്നിലേക്ക് പ്രവഹിക്കുന്നുള്ള സത്യം മുന്നോട്ട് നീങ്ങുമ്പോൾ പാർവതി സമേതനായ സങ്കല്പത്തോടുകൂടി തന്നെയുള്ള പുന്നേത്ത് മഹാദേവ ക്ഷേത്രം. അപ്പം മഹാക്ഷേത്രങ്ങളിലേക്ക് ഉയരുന്നതായ ക്ഷേത്രങ്ങളുണ്ട്. കൊടിമരം പ്രതിഷ്ഠ കഴിഞ്ഞു. സർപ്പദൈവങ്ങളുണ്ട്. അതുപോലെ തന്നെ ആവാസ വ്യവസ്ഥകളെ സംരക്ഷിച്ചുകൊണ്ട് ധാരാളം ചെടികൾ നട്ടുവെച്ചുകൊണ്ട് താമര കുറച്ചുകൂടെ കൊടുത്തിരുന്നു, അതും ഇവിടെയുണ്ട്. എരിക്കുണ്ട്, കൂവളമുണ്ട്, എല്ലാം ഉണ്ട്. അപ്പം ഇതിനെ നമ്മൾ സംരക്ഷിക്കപ്പെട്ട് മുന്നോട്ട് പോകുമ്പോൾ നമുക്കറിയാം ലോകത്തിൻ്റെ നെറുകയിൽ മുഴുവൻ വിരാജിക്കേണ്ടതായ ഒരു ക്ഷേത്രമാണ് ഈ ക്ഷേത്രത്തിലേക്ക് മുന്നോട്ട് വരുന്നതായ ഭക്തജനങ്ങൾ. എരുതിര വരുന്നവർക്ക് തുരുതിര വരം നൽകുന്നതായ പുന്നേത്ത് മഹാദേവ ക്ഷേത്രത്തെ നമ്മൾ ഏതൊക്കെ രീതിയിലാണോ സാമ്പത്തികമായിട്ടും ശാരീരികമായിട്ടും അധ്വാനപരമായിട്ടും എല്ലാ രീതിയിലും സഹകരിച്ച് മുന്നോട്ട് പോകേണ്ടതുണ്ട്. അങ്ങനെ മുന്നോട്ട് പോകേണ്ടതായ ഒരു ക്ഷേത്രത്തിൽ നടക്കുന്നതായ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ നടക്കുന്നു. അതുപോലെ തന്നെ കൃത്യമായ രീതിയിൽ തന്നെ പരിഹാര ക്രിയകൾ നടക്കുന്നു. അതുപോലെ തന്നെ ഉപദേവന്മാരുടെ പ്രതിഷ്ഠകൾ വരാൻ പോകുന്നു. അങ്ങനെ നമ്മളെക്കൊണ്ട് ചെയ്യാൻ സാധിക്കില്ല വിചാരിച്ചാൽ സാധിക്കില്ല, ഉള്ളതിനെ ഇല്ല എന്ന് പറയാൻ പറ്റുള്ളൂ. അങ്ങനെ ഉള്ളതായ ഒറ്റ ചൈതന്യവത്തായിരിക്കുന്നതായ ഒരു ആവാസ വ്യവസ്ഥ ക്ഷേത്രക്കുളമൊക്കെ നമ്മൾ സംരക്ഷിച്ചു വരികയാണ്. അതുപോലെ തന്നെ കിഴക്ക് വശത്തായതുകൊണ്ട് വേറൊരു കുളവും പൊതുവായിട്ട് കുളവും. അപ്പം ഇവിടെ മഹാദേവനും ചിരിച്ചുകൊണ്ട് അവിടെ ചന്ദ്രക്കലയൊക്കെ ചാർത്തി ചിരിച്ചുകൊണ്ടിരിക്കുക. അടി കൊടുക്കുന്നത് ആരാ? അതിൻ്റെ ഉത്തരവാദിത്വം മകൾക്കാണ്, പുന്നേത്തമ്മയ്ക്കാണ്. അപ്പോൾ സാത്വികമായ രീതിയിലുള്ള അനുഗ്രഹങ്ങൾ പുന്നേത്ത് മഹാദേവനും തെക്കൻ ദേവരും ഗണപതിയും നൽകുമ്പോൾ, സർപ്പദൈവങ്ങളും നൽകുമ്പോൾ ഉഗ്രമൂർത്തിയായ ഭദ്രകാളി ദേവി എന്തു ചെയ്യുന്നു? അവിടെ വേണ്ട രീതിയിലുള്ള അടികൾ കൊടുക്കുന്നു. അപ്പം സംരക്ഷിക്കപ്പെടേണ്ട കാവലാളായിക്കൊണ്ട് തന്നെയായുള്ളതായ ഒന്ന്. നമുക്കറിയാം, മാസങ്ങൾക്ക് മുമ്പ് 2-3 വർഷം കഴിച്ചതായ കുളക്കുന്ന് ക്ഷേത്രത്തിൽ തൊഴാൻ ചെന്നപ്പോൾ കൂട്ടുകാരൻ്റെ കാറും കൊണ്ടാണ് പോയത്. കാറ് അവിടെ ഇട്ടപ്പോൾ പറഞ്ഞു, ഒരാളെ ഇറങ്ങി വന്നു, ഒരു കറുത്ത മുണ്ട് കൊടുത്ത് ശാലം ബസ് വന്നിട്ട് ഇറങ്ങി വന്നു. അയ്യോ തിരുമേനി, എത്ര നാളായി കണ്ടിട്ട്, ഇത്തിരി തടിയൊക്കെ വെച്ചല്ലോ തിരുമേനി, ആന കയറി തുടങ്ങി, അങ്ങോട്ട് പോകണ്ടാന്ന് പറഞ്ഞു. ഓ ശരി എന്ന് പറഞ്ഞ് അവിടെ ചെന്നപ്പോൾ നമ്മുടെ കൂടെ തന്നെ ശാന്തി കഴിച്ചിരുന്ന അജയ്യാണ് അവിടെ ശാന്തി. അവിടെ ദേവിയുടെ നടയിൽ ഓടുകൾ താഴെ ചാടിയിരുന്നു. ഇപ്പം ഇന്നലെ ആന വന്നു പോയതാണ്. അതുകൊണ്ട് ഇതൊക്കെ പറഞ്ഞ് കുളക്കുന്നേൽ പുതിയതായി പണിതതായ ശാന്തി കഴിച്ചതായ അവിടെ 18-ാം പടിയെ തൊഴുത് നമസ്കരിച്ച് മുകളിൽ ചെന്ന് അവിടെ നോക്കിയപ്പോൾ അവിടെ പഴയ തടപ്പള്ളിയൊക്കെ പുനരുദ്ധരിച്ചിരുന്നു. അവിടെ നിന്ന് നോക്കിയപ്പോൾ പതുക്കെ പുഴയിൽ നിന്ന് ആന കയറി വരണ്ട്. ഇതൊക്കെ കഴിഞ്ഞ് അജയോടും മറ്റു ജീവനക്കാരോടും അതെ ഏട്ടാ പുഷ്പാഞ്ജലി. ഞാൻ പറഞ്ഞു, തൊഴാൻ വന്നതാണ്, ഭക്തനായിട്ട് വന്നതാണ്, എനിക്ക് എൻ്റെ ചേട്ടൻ തന്നെ കഴിക്കണം, ഞാൻ പറ്റില്ല. അവിടെ ദക്ഷിണയും കൊടുത്ത് പുഷ്പാഞ്ജലി കഴിച്ച് വഴി ഇതൊക്കെ കഴിഞ്ഞ് പ്രസാദവും സ്വീകരിച്ച് കഴിഞ്ഞപ്പോൾ അജയ് ഇങ്ങനെ ഒരാൾ ഞങ്ങളുടെ അടുത്ത് പറഞ്ഞു, കാറ് പുറത്ത് കൊണ്ടിട്ടോളൂ, ആന വരാൻ സാധ്യതയുണ്ടെന്ന് ഇങ്ങനെ ഒരാൾ പറഞ്ഞു. അത് ഞങ്ങളെ കല്ലിൻ്റെ മുകളിൽ കഴിഞ്ഞ് അങ്ങനെ ഒരാൾ അവിടെ ഇല്ല. അങ്ങനെ ഒരാൾ
അങ്ങനെ ഒരു സംഭവം ഇടയില്ല. അങ്ങനെ ഒരാൾ ഞങ്ങൾക്കില്ല. കമ്മിറ്റിക്കാരായിട്ടോ ഭക്തനായിട്ടോ അങ്ങനെ ഒരാളില്ല. ഇതൊക്കെ കഴിഞ്ഞ് ശരീരം കുളിര് കൂടി. കാരണം ഇതൊക്കെ കഴിഞ്ഞ് മുഴുവൻ തപ്പി ലാസ്റ്റ് അവിടെ തടി കെട്ടിക്കൊണ്ടിരിക്കുന്ന ആളുകളുടെ അടുത്ത് എത്തിയപ്പോൾ ഞങ്ങൾ പറഞ്ഞു, ഇങ്ങനെ ഒരാൾ കറുത്ത മുണ്ട് കൊടുത്ത് തിരുമേനിന്ന് വിളിച്ച് ഭസ്മം തൊട്ട് ഇതാ വണ്ടി പുറത്തേക്ക് ഇട്ടോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ തടി കെട്ടി, നിങ്ങൾക്കല്ലേ അത്ഭുതം, ഇവിടെ അയ്യപ്പൻ പ്രത്യക്ഷമായിട്ട് എല്ലാവരെയും അയ്യപ്പൻ പ്രത്യക്ഷമായിട്ട് എല്ലാവരെയും അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് സംശയമുള്ളൂ, ഞങ്ങൾക്ക് സംശയമില്ല. അയ്യപ്പൻ പലപ്പോഴും ആ രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ടുള്ളതായ, അതിന് തൊട്ടപ്പുറത്തുള്ളതായ വക്കുള്ളിയിൽ 36 കൊല്ലം കഴിച്ചതാണ്. അപ്പോൾ അങ്ങനെയുള്ളതായ സകലവിധ ഈശ്വര ചൈതന്യങ്ങൾ നിറഞ്ഞിരിക്കുന്നതായ ഒരു ചുറ്റും അശമന്നൂർ നേരെ നോക്കി കഴിഞ്ഞാൽ യക്ഷിയുണ്ട്, പിന്നെ തിരുവല്ലാഴപ്പനുണ്ട്, ചെറുകുന്നത്ത് അയ്യപ്പനുണ്ട്, അതുപോലെ വായ്ക്കരക്കാവിലും വേണ്ട രാമപുരത്തുണ്ട്, തലപ്പുഞ്ച മഹാദേവ ക്ഷേത്രമുണ്ട്, ഇതിൻ്റെ പുറകിലായി മകനായിക്കൊണ്ടിരിക്കുന്നതായ മുരുകക്ഷേത്രമുണ്ട്. അപ്പം അങ്ങനെയുള്ളതായ ഒരു ഒത്തൊരുമയോടെ പോകുന്നതായ ഒരു ചൈതന്യവത്തായ ഒരു ഗ്രാമം തന്നെ ചൈതന്യവത്തായാണ്. അങ്ങനെ ചൈതന്യവത്തായ ഗ്രാമത്തിന് ബേസ് ആയിക്കൊണ്ട് രാജാവായിട്ടിരിക്കുന്ന ആരാ? പുന്നേറ്റ് മഹാദേവനാണ്. ആ രാജാവ് ഇരിക്കുന്നതായ പുന്നേറ്റ് മഹാദേവൻ്റെ പരിവാരങ്ങളാണ് ചുറ്റുമുള്ള ലോകത്തിലുള്ള ഈ പ്രദേശത്തുള്ള 10 കിലോമീറ്റർ ചുറ്റുമുള്ള എല്ലാ ദേവന്മാരും ദേവിമാരും. തലപ്പുഞ്ഞ മഹാദേവൻ, അതുപോലെ തന്നെ നമുക്ക് നോക്കിയാൽ അറിയാം കല്ലിൽ ഭഗവതി. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഇവിടെ വന്ന് തൊഴുതിട്ട് പോയാൽ കിട്ടാത്തതൊന്നുമില്ല. എൻ്റെ സ്വന്തം അനുഭവം പറയാം. ചില ദിവസം നമസ്കരിക്കാം, രാവിലെ കുളിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ മുട്ടുശാന്തിക്കുകയാണെങ്കിൽ 5 മിനിറ്റ് വൈകും, 5:30 5:40 ആവും തുറക്കാൻ. അതുകൊണ്ട് തുറക്കാത്തതുകൊണ്ട് അവിടെ നമസ്കരിക്കാറുണ്ട്. ഇന്ന് നമസ്കരിക്കാൻ മറന്നുപോയി. അത് ആരുടെ കുറ്റാ? എൻ്റെ കുറ്റാണ്. മഹാദേവൻ ഓർമ്മിപ്പിച്ചില്ലാടാ, നിനക്ക് ഇത്തിരി തല പൊങ്ങണ്ടോ എന്ന് മഹാദേവൻ ചോദിച്ച പോലെയാണ്. ഓടിയെത്തി ഇവിടെ തൊഴുവാൻ സാധിച്ചത് എങ്ങനെയാണോ കാശിയിൽ തൊഴുവന്നത്, ഏതായാലും ഗംഗാ സ്നാനം ചെയ്യുന്നത് എൻ്റെ സ്വന്തം. ഇന്നത്തെ എല്ലാ കാര്യങ്ങളും സംശയമൊന്നുമില്ല, ഇന്നത്തെ എല്ലാ കാര്യങ്ങളും ആര് കൊണ്ടു കൊടുക്കും? കൂനേത്തമ്മയും പുന്നേത്തപ്പനും കൊണ്ടു കൊടുക്കുന്നുള്ള സത്യത്തെ പറഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ട് ലോകത്തിൻ്റെ നെറുകയിൽ വിരാജിക്കാൻ പോകുന്നതായ പുന്നേത്ത് മഹാദേവൻ. അങ്ങനെ പലയിടത്തും ഉണ്ടാവും. കോലൊക്കെ പിടിച്ച് ചിലരുണ്ടാവും, വെളുപ്പിനൊക്കെ ഉണ്ടാവും. അത് ഭൂതഗണങ്ങളാണ്. പ്രത്യക്ഷമായിട്ട് നമുക്ക് പലപ്പോഴും ഭൂതഗണങ്ങളെ കാണാറുമുണ്ട്. അതാ ഒരു നിമിഷം ചിലപ്പം ഭദ്രകാളിയുടെ ഭൂതഗണം കോല് പിടിച്ചുകൊണ്ട് കാവലിൽ നിന്നാണെന്ന് അല്ലാന്ന് ആർക്കാ പറയാൻ പറ്റുന്നത്? ഇപ്പം ആദ്യത്തെ പറഞ്ഞ കുളക്കുന്നിലെ അനുഭവം പോലെ, വക്കുള്ളിയിലെ അനുഭവങ്ങളെ, തലപ്പുഞ്ചയിലെ അനുഭവം പോലെ. തലപ്പുഞ്ചയിൽ ഒരു മുത്തശ്ശി കഴിഞ്ഞ ഉത്സവത്തിന് മുമ്പ് പ്രസിഡൻ്റ് അടുത്ത് പ്രസിഡൻ്റ് ഇവിടെ ഒന്ന് കത്തിച്ച് വൃത്തിയാക്കണം എന്ന് പറഞ്ഞു. നോക്കിക്കഴിഞ്ഞപ്പോൾ ചിരിച്ചുകൊണ്ടിരിക്കുന്ന മുത്തശ്ശിയെ തിരിഞ്ഞു നോക്കിയപ്പോൾ ഇല്ല. നോക്കിയപ്പോൾ തലപ്പുഞ്ച ഇല്ലിയുടെ അവിടുന്ന് വായ്ക്കരക്കാവ് വരെയുള്ള മരങ്ങൾ മുഴുവൻ കുലുങ്ങുക. ഞങ്ങളെല്ലാവരും ഓടിച്ചെന്ന് നോക്കിയപ്പോൾ മരങ്ങൾ മുഴുവൻ അനങ്ങുക. കാരണം ദേവി വന്ന് തിരിച്ചു പോയതാണ്. മോനെ, ഉത്സവം നടത്തണില്ലേ, ഭംഗിയായിട്ട് നടത്തണില്ലേ, എല്ലാം കത്തിച്ച് വൃത്തിയാക്കണില്ലേ എന്ന് അമ്മ ചോദിച്ചപ്പോൾ അമ്മയെ ഞങ്ങൾ പ്രത്യക്ഷമായി തിരിഞ്ഞു നോക്കിയാൽ അമ്മയെ കാണില്ല. നോക്കിയപ്പോൾ വായ്ക്കരക്കാവിലേക്കുള്ളതായ ആ ഇല്ലി അവിടെ ഉള്ള മരങ്ങൾ മുഴുവൻ കുലുങ്ങിക്കൊണ്ടിരിക്കുക, പൂവുകൾ മുഴുവൻ താഴേക്ക് വീണുകൊണ്ടിരിക്കുക. അപ്പം ഞങ്ങൾക്ക് ഉറപ്പായി വായ്ക്കരക്കാവിലമ്മ വന്നിട്ട് പോയതാണെന്ന്. അപ്പം ഇതൊക്കെ ഈശ്വരന്മാരൊക്കെ പ്രത്യക്ഷരാണ്, ദേവിമാരൊക്കെ പ്രത്യക്ഷരാണ്. അതിനെ കണ്ടെത്തി മനസ്സിലാക്കാൻ അവരെ ഹൃദയത്തിൽ സ്വീകരിക്കാൻ സാധിക്കട്ടെ എന്ന് മാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് എല്ലാവർക്കും നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് ലോകത്തെ മുഴുവനും അറിയപ്പെടുന്ന ആ ക്ഷേത്രമായിട്ട് തീരട്ടെ. ഋഷിമന ഹരിനാരായണ നമ്പൂതിരി മേശാന്തി എന്നാണ് പറയുന്നത്. അദ്ദേഹത്തിനൊക്കെ വേണ്ടതായ ആയുരാരോഗ്യ സൗഖ്യങ്ങൾ നൽകിക്കൊണ്ട് മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ലോക സമസ്ത സുഖിനോ ഭവന്തു.